വൃദ്ധന്റെ ജീവൻ രക്ഷിക്കാൻ അത്യധികം ശക്തി ഉപയോഗിക്കുന്ന ജെന്നിഫർ പെട്ടെന്ന് ബോധരഹിതയാവുന്നു. ജെന്നിഫർ ബോധരഹിതയായെന്നറിഞ്ഞ് കോടീശ്വരൻ അങ്ങോട്ടേക്കെത്തുന്നു. ആഹാരം കഴിക്കാത്തതുകൊണ്ടാണ് അവൾ ബോധരഹിതയായെന്ന് ഡോക്ടർ വിശദീകരിക്കുന്നു. കോടീശ്വരൻ അവൾക്ക് ഒരുപാട് പലഹാരങ്ങൾ നൽകിയതിനു ശേഷം അവിടെ നിന്ന് പോകുന്നു. കോടീശ്വരൻ അവിടെ നിന്ന് പോയതിനു ശേഷം വൃദ്ധനെ എങ്ങനെയാണ് രക്ഷിച്ചതെന്ന് ഡോക്ടർ അവളോട് തിരക്കുന്നു. തൽക്ഷണം അവൾ ഡോക്ടറുടെ കൈ പിടിച്ച് തിരിച്ച് അയാളുടെ മുഖം ടേബിളിലേക്ക് അമർത്തുന്നു. അവളാണ് രക്ഷപ്പെടുത്തിയതെന്ന് ഒരിക്കലും കോടീശ്വരൻ അറിയരുത് എന്ന് പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തുന്നു. ഡോക്ടർക്ക് അത് സമ്മതിക്കല്ലാതെ വേറെ നിവർത്തിയില്ലായിരുന്നു. മുത്തശ്ശന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി കോടീശ്വരനും അറിയുന്നു. അത് ഡോക്ടറുടെ അംഗീകാരമാണെന്ന് കരുതി പിന്നീടുള്ള ചികിത്സയും ഡോക്ടറോട് തുടരാൻ ആവശ്യപ്പെടുന്നു. മുത്തശ്ശന് വിഷം കൊടുത്ത കോടീശ്വരന്റെ നാലാമത്തെ സഹോദരി ഇത് കേട്ട് ദേഷ്യത്തോടെ കൈകൾ അമർത്തി പിടിക്കുന്നു. രാത്രിയിൽ അവളും അവളുടെ കൂട്ടാളിയും കൂടി എന്തൊക്കെയോ പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു. ഡോക്ടർ കോടീശ്വരനെ ഏൽപ്പിച്ച കമ്മലുകൾ അവളുടെ കയ്യിൽ തിരികെ കിട്ടുന്നു. അതോടെ കോടീശ്വരന് അവളെ സംശയമുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അളവിലൊതുങ്ങാത്ത സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി വൃദ്ധനെ നേരിട്ട് കൊന്നുകളയാമെന്ന് ഒരു മടിയും കൂടാതെ അവളുടെ കൂട്ടാളി പറയുന്നു. ഇത് കേട്ടുകൊണ്ട് സഹോദരി ചിരിച്ചുകൊണ്ട് അതിന് സമ്മതം മൂളുന്നു. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ വേണം അത് ചെയ്യാനെന്ന് അവർ തീരുമാനിക്കുന്നു. ഈ സമയം മുറിയിലെ ലൈറ്റ് അണയുന്നു. അവർ വല്ലാതെ പരിഭ്രാന്തിയിലാവുമ്പോൾ ഒരു വെള്ള വസ്ത്രമണിഞ്ഞ സ്ത്രീ അവരുടെ മുമ്പിലേക്ക് പേടിപ്പിച്ചുകൊണ്ട് കടന്നു വന്നു. ആ ഭയാനക രൂപം കണ്ട് അവർ വല്ലാതെ പേടിക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ മുഖത്ത് ഒരു പച്ച വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.